അന്വേഷണത്തിന് വഴി തുറക്കുന്നതാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ എല്ലാം ചെയ്തത് കരുതിക്കൂട്ടിയാണെന്നും SIT റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SITയുടെ അന്വേഷണം ഇനിയും എത്താത്ത നിരവധി തലങ്ങളുണ്ട്, കണ്ടെത്തേണ്ട നിരവധി രേഖകളുണ്ട്. ഇതിലേക്കെല്ലാം നീളുന്ന അന്വേഷണമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുക. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. മറുപടി സത്യവാങ്മൂലം നൽകാൻ പരാതിക്കാരിക്ക് 2 ആഴ്ച സാവകാശം ഹൈക്കോടതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഈ മാസം 21 വരെ നീട്ടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചെയ്യുന്നു. രേഷ്മ, എന്താണ് വിവരങ്ങൾ? ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജനുവരി 21 പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതുവരെ ആവശ്യമുള്ള വിലക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നീട്ടിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ കേസിലെ പരാതിക്കാരി കക്ഷിയേറാനായിട്ടുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ അപേക്ഷ അനുവദിച്ചുകൊണ്ട് ആദ്യവിധി, അതായത് പരാതിക്കാരിയെ ഹൈക്കോടതി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷിയേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് പ്രതിയുടെ അനുയായികളടക്കം തനിക്ക് നേരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. അത് മാത്രമല്ല, സൈബർ ആക്രമണം തനിക്ക് നേരെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യം അപേക്ഷയിൽ തന്നെ കൂടി കക്ഷിയേർത്ത് തന്നെ കേൾക്കണം. തന്നെ കേൾക്കാതെ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് നീതി നിഷേധമാകുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ അപേക്ഷയിൽ അതിജീവിതയായിട്ടുള്ള അല്ലെങ്കിൽ പരാതിക്കാരി ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം. എന്തായാലും മറുപടി സത്യവാങ്മൂലം അതിജീവിതയ്ക്ക് നൽകാം. അതിനുവേണ്ടിയിട്ട് 2 ആഴ്ച സാവകാശം ലഭിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ജനുവരി 21 മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും ശ്രമങ്ങളും നടത്തിയത്. എന്തായാലും പരാതിക്കാരി കൂടി കേട്ടതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ കക്ഷി ചേർത്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. ആര് വരുന്നു? ലീക്കേജ് അസുരൻ ഇപ്പൊ ശരിയാക്കി തരാം. ബോസ്, പണി തുടങ്ങട്ടെ. ഇൻഡിഗോ പ്രൊട്ടക്ട് പ്ലസ് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ. ലീക്കേജിനെ ഇനി ലോക്ക് ചെയ്യൂ. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം.